എന്തൊക്കെയാണ് ഇട്ടേക്കുന്നത്. എന്നെ കുറിച്ച് ആവശ്യമില്ലാത്ത, ഞാൻ പറഞ്ഞല്ലോ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ലൈവിൽ വന്നിരുന്ന് പിന്നെ ആര്യോട് എന്തെങ്കിലും എന്നെ കുറിച്ച് ആവശ്യമില്ല. ഞാൻ നിങ്ങളോട് ഒരു വെറുപ്പോ ഒരു വൈരാഗ്യമോ ഒന്നും വെച്ച് ഞാൻ പുലർത്തിയിട്ടില്ല. മര്യാദയ്ക്ക് സംസാരിച്ചിട്ടേ ഉള്ളൂ. മര്യാദയ്ക്ക് സംസാരിച്ച് നമ്മൾ മര്യാദയ്ക്ക് പിരിഞ്ഞാണ്. പിന്നെ ടെഡി ബിയർ എങ്ങനെ കൊടുത്തെന്നോ ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. പിന്നെ എന്താണെന്ന് എനിക്ക് പറയേണ്ട കാര്യമില്ല. എന്നെ കുറിച്ച് ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറയുമ്പം പിന്നെ ചുമ്മാ ഞാനും കയറിയിരുന്ന അത് ഇതൊക്കെ പറയും. ഞാൻ നിങ്ങളെ ആരെ ഉപദ്രവിക്കാൻ പറ്റുന്നില്ല, എന്നെ ഉപദ്രവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞേക്കണം കേട്ടോ. ആവശ്യമില്ലാതെ എന്നെ ഉപദ്രവിക്കാൻ പറ്റരുത്. ഞാൻ നിങ്ങളെ ആരും ഒരു കാര്യത്തിന്, ഷിബിനൊക്കെ എന്റെ മോളെ കുറിച്ച് പറഞ്ഞേക്കുന്ന പച്ചയ്ക്ക് പറഞ്ഞേക്കുന്ന എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. പക്ഷെ അതൊന്നും നിങ്ങളെ കണ്ടിട്ട് അതിനെക്കുറിച്ച് ഒന്നും ഞാൻ നിങ്ങളോട് ആരോടും ഒന്നും ചോദിച്ചില്ല. അത് ഞാൻ മടയനാണോ എന്ന് ധരിക്കരുത്. അപ്പൊ ഞാൻ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് ആരോട് കയറി വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ ലൈവിൽ പോവുകയോ എന്തെങ്കിലും പോവുകയോ, ഞാൻ ആര്യ ഉണ്ടായിരുന്നെന്ന് മാത്രമേ ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് ബിഗ് ബോസിലുണ്ടായിരുന്ന സമയത്ത് സിബിനെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾ തിരിച്ചു പോയപ്പോൾ നമ്മൾ ആൾ കൂടെ വരണം, അതായത് തിരിച്ചു വരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പുറത്ത് പോയതിനു ശേഷം ഭയങ്കര നെഗറ്റീവ് വൈബുള്ള ഇൻ്റർവ്യൂസ് ആണ് ആൾ ബാക്ക് ടു ബാക്ക്. അതായത് ഒരു ഇൻ്റർവ്യൂവിലൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇത് ചെയ്യുന്നത് മുഴുവനും പറയുന്നത് മുഴുവനും ഇപ്പോൾ പാർവതി ആയിട്ടും അല്ലെങ്കിൽ മറ്റ് ചാനലിൽ പോയിട്ട് ഇരുന്ന് പറയുന്നത് മുഴുവനും ഈ ജാസ്മിനെതിരായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതും പോട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ ഈ കാണിച്ചത് കുറച്ച് മര്യാദക്കേടാണ്. എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ്റെ ഫാദറായിട്ടുള്ള ഈ ജാഫറിക്ക് ഉണ്ടല്ലോ, അപ്പോൾ ആള് അയച്ചിട്ടുള്ള ഒരു മെസ്സേജ്, അതായത് പേഴ്സണലായിട്ടുള്ള മെസ്സേജ് പോലും ഇങ്ങനെ പബ്ലിക്കിന് ഇടയിൽ വന്നിട്ട് ഇങ്ങനെ, അതായത് പറഞ്ഞു കളിപ്പിക്കാൻ പറഞ്ഞാൽ കുറച്ച് മോശമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ആളും പറയുന്നുണ്ട്. പക്ഷെ ആള് സഭ്യമായിട്ടുള്ള ഭാഷയിലാണ് പറയുന്നത് കേട്ടോ, അല്ലാണ്ട് തേറി പറച്ചില് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് റേസായിട്ട് പറയുന്നതല്ല. കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ ദേഷ്യം വരുമ്പോൾ എങ്ങനെയായിരിക്കും പറയേണ്ടാവുക, അങ്ങനത്തെ ഒരു വോയിസിലാണ് ആൾ പറയുന്നത്. ഇതിനിടയ്ക്ക് ഇവർ രണ്ടാളും കൂടി ഓരോ കോപ്രായങ്ങളും മുഖം കൊണ്ട് കാണിച്ചിട്ട് ഓരോന്ന് പറയാനും, ഈ ആര്യ എന്തിനാണ് ഇതിൽ ഇടയ്ക്ക് കയറി ഗോൾ അടിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ആര്യക്കാണെങ്കിലും സിബിൻ പോയത് തൊട്ടേ തുടങ്ങിയുള്ള കുറേ കാര്യങ്ങളാണ്. പോയപ്പോൾ എൻ്റെ ഒരു പീസ് ഓഫ് ഹാർട്ടാണ് ഉള്ളിൽ പോകുന്നത്. പിന്നെ ഏതോ പെർഫോമൻസ് ബിബിയുടെ മെയിൻ എപ്പിസോഡിൽ ഇട്ടില്ല, അത് BB പ്ലസിലിട്ടുള്ള, അതൊക്കെ കുറച്ച് വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇപ്പോൾ പുറത്ത് വന്നതിന് ശേഷം പിന്നെ ഇവൻ്റെ കൂടെ ഇങ്ങനെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. എന്ന് വെച്ചാൽ ഓരോ ആക്ഷൻസും അതുപോലെ തന്നെ മുഖത്തെ കുറച്ച് എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട് ഈ വീഡിയോ ക്ലിപ്പ് ഓഡിയോ ക്ലിപ്പ് കാണിക്കുന്ന സമയത്ത്. മൗനം വിദ്വാന് ഭൂഷണം എന്നാണ് പറയുക. അതായത് ചില സ്ഥലത്ത് ഇപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ അവരെ കൂടെ ചെയ്തിട്ടും അത് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതായത് സിബിന്റെ കുറ്റം കൊണ്ടല്ല, ഏഷ്യാനെറ്റിന്റെ കുറ്റം കൊണ്ടും അതുപോലെ തന്നെ ബിഗ് ബോസ് ടീമിന്റെ കുറ്റം കൊണ്ടാണ് ആൾ പുറത്തു പോയത്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശരിക്കും ഇപ്പോൾ റിവേഴ്സ് ആയിട്ടാണ് നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോൾ അത് മിണ്ടാണ്ടിരിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ആ സിബിനോടുള്ള ഇഷ്ടം അതുപോലെ നിന്ന് പോകുമായിരുന്നു. പക്ഷെ ഈ ഇത്തരം കോപ്രായങ്ങൾ കാണിച്ചതോടുകൂടി ഇത് ശരിക്കും റിവേഴ്സ് ആവാം. ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ടീം തന്നെയായിരുന്നു ശരി, അവരുടെ തീരുമാനങ്ങൾ തന്നെയായിരുന്നു ശരിയെന്ന് പ്രേക്ഷകരെ കൊണ്ട് ചിന്തിപ്പിക്കാതിരിക്കുക. ഇനി മുതലെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോസും അല്ലെങ്കിൽ തന്നെ നെഗറ്റീവ് വീഡിയോസ് ഇടാതിരിക്കുക. നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് നിങ്ങളുടെ ഭാഗത്ത് തന്നെയായിരുന്നു ന്യായം എന്ന് തന്നെ നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കുക. നിങ്ങൾ തന്നെ ശ്രമിക്കുക. ഓക്കെ, അത് തന്നെയല്ലേ പ്രേക്ഷകരുടെ അഭിപ്രായവും. നിങ്ങളൊന്ന് രേഖപ്പെടുത്തൂ കമന്റ് ബോക്സിൽ.